നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ നിന്ന് ഇന്ത്യക്കാരുമായി പുറപ്പെട്ട വിമാനം തടഞ്ഞുവെച്ചു. ചാർട്ടേഡ് വിമാനം മനുഷ്യക്കടത്തെന്ന് സംശയിച്ച് ഫ്രാൻസിൽ തടഞ്ഞുവെക്കുകയായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ലഭിക്കുന്ന വിവരം. 303 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉള്ളത്. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിലായ വാർത്തയാണ് പുതിയതായി പുറത്തുവരുന്നത്. യാത്രക്കാർക്കിടയിൽ നിന്നുള്ള 2 പേരെയാണ് ഫ്രഞ്ച് പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ദുബായിൽ നിന്ന് നിക്കാരാഗ്വയിലേക്ക് പുറപ്പെട്ട ലെജൻഡ് എയർലൈൻസ് എന്ന റുമേനിയൻ കമ്പനിയുടെ A340 ചാർട്ടേഡ് വിമാനമാണ് തടഞ്ഞുവെച്ചിട്ടുള്ളത്. സ്മോൾ വാട്രി വിമാനത്താവളത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് വിമാനം ലാൻഡ് ചെയ്തത്. ഇന്ധനം നിറയ്ക്കാനായി ഇറങ്ങിയപ്പോഴായിരുന്നു അധികൃതർ വിമാനം തടഞ്ഞത്. അമേരിക്കയിലോ കാനഡയിലോ എത്തിക്കാമെന്ന വാക്ക് വിശ്വസിച്ച് പുറപ്പെട്ടവരാകാം വിമാനത്തിൽ ഉള്ളതെന്ന സംശയത്തിലാണ് ഫ്രാൻസ് അധികൃതർ. 303 യാത്രക്കാരുമായി ദുബായിൽ നിന്ന് പറന്ന വിമാനം ഫ്രാൻസിലെ എയർപോർട്ടിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത വിവരം ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിമാനത്തിലെ യാത്രക്കാരിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണെന്നും എംബസി വ്യക്തമാക്കി. യാത്രക്കാരെ വിമാനത്തിൽ തന്നെ തുടരാനാണ് ആദ്യം അനുവദിച്ചതെങ്കിലും പിന്നീട് എയർപോർട്ടിലെ അറൈവൽ ലോഞ്ചിലേക്ക് മാറ്റി ബെഡും മറ്റും ഇവർക്ക് നൽകി. വിമാനത്തിൽ ഇന്ത്യക്കാരുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഫ്രാൻസിലെ സംഘടിത കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന സംഘം ഇക്കാര്യം ഇന്ത്യൻ എംബസിയെ അറിയിക്കുന്നത്. എംബസിയിൽ നിന്നുള്ളവർ ഈ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും നടക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും എംബസി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി യാത്രക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി എക്സിൽ കുറിച്ചു. നിലവിൽ വാട്രി എയർപോർട്ട് റിസപ്ഷനിലാണ് തടഞ്ഞുവെച്ച ഈ യാത്രക്കാര് ഉള്ളത്. ദുബായിൽ നിന്ന് നിക്കാരാഗ്വയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന വിമാനം തടഞ്ഞ വിവരം ഫ്രാൻസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചുവെന്നും യാത്രക്കാർക്ക് മികച്ച സൗകര്യം ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത് എന്നും ഫ്രാൻസിലെ എംബസി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലെജൻഡ് എയർലൈൻസിന്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് എയർലൈൻസ് അഭിഭാഷക വ്യക്തമാക്കിയതായി AFP റിപ്പോർട്ട് ചെയ്തു. വിഷയം ഫ്രഞ്ച് അധികാരികളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. തങ്ങൾക്കെതിരായി എന്തെങ്കിലും കുറ്റം ചുമത്തുന്ന സ്ഥിതി ഉണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കും. ഞങ്ങളുടെ ഒരു യാത്രക്കാരനാണ് വിമാനം ചാർട്ടർ ചെയ്തത്. യാത്രക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും ഇതേ യാത്രക്കാരനാണ്. വിമാനം പുറപ്പെടുന്നതിന് 48 മണിക്കൂർ മുൻപ് യാത്രക്കാരുടെ വിവരങ്ങൾ ഇയാൾ എയർലൈൻസിന് കൈമാറിയെന്നും അഭിഭാഷക വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ എയർലൈൻസ് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും ഇത് മനുഷ്യക്കടത്താണോ എന്നത് സംബന്ധിച്ചും അത് മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണോ ഇത്തരത്തിൽ പോയത് എന്നത് സംബന്ധിച്ചുമൊക്കെ എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ ഇതിൽ വ്യക്തത ഉണ്ടായേക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.